ചോദിച്ചു അത് ക്യാൻസർ റിലേറ്റഡ് ആണോ എന്ന് ചോദിച്ചു. അത് ക്യാൻസർ റിലേറ്റഡ് അല്ലായിരുന്നു. ഞാനത് ഒരു പോസ്റ്റ് ഉണ്ടായിരുന്നു. അത് ആക്ച്വലി ഒരു എന്താ പറയുക ഫൈബ്രോമയാൾജിയ എന്ന് പറഞ്ഞൊരു കണ്ടീഷനാണ്. ഫൈബ്രോമയാൾജിയ വന്നവർക്കറിയാം. അതിപ്പോൾ ക്യാൻസർ ആണോ ഫൈബ്രോമയാൾജിയ ആണോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ രണ്ടാളും കട്ടയ്ക്കടയ്ക്ക് നിൽക്കും എന്നേ പറയാൻ പറ്റുള്ളൂ. ഒട്ടും മോശമല്ല, രണ്ടാളും ഒട്ടും മോശമല്ല. എനിക്ക് തോന്നുന്നു ക്യാൻസർ പിന്നെയും കുറച്ചുകൂടെ സഹതാപം കാണിക്കും തോന്നുന്നു. ഫൈബ്രോമയാൾജിയ കാണിക്കില്ല, കാരണം ആൾ പുതിയതാണല്ലോ. അപ്പം നമ്മളെക്കുറിച്ച് വലിയ ധാരണ ഇല്ലാത്തതുകൊണ്ടാവാം ആശാന് കുറച്ച് കടുപ്പം കൂടുതലാണ്. അപ്പോൾ ഫൈബ്രോമയാൾജിയ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു ഭയങ്കര ക്രോണിക് കണ്ടീഷനാണ്. അതായത് നമ്മുടെ പെയിൻ സിഗ്നൽസ് ഭയങ്കര സെൻസിറ്റീവ്, അതായത് നമ്മുടെ പെയിൻ അലാം സിസ്റ്റം ഭയങ്കര സെൻസിറ്റീവ് ആവുന്നൊരവസ്ഥയാണത്. അപ്പോൾ എന്താ പറയുക, അപ്പോൾ ഇത് റോങ് സിഗ്നൽസ് കൊടുക്കും. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മളൊരു എന്താ പറയുക, ശരിക്കും നമ്മളൊരു ഫയർഫോഴ്സിനൊക്കെ വിളിക്കണമെങ്കിൽ ഒരു വലിയ തീപിടുത്തോ അല്ലെങ്കിൽ അത്രയ്ക്കും സീരിയസ് ആയിട്ട് എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടാവണം അല്ലേ. പക്ഷേ ഒരു ചെറിയൊരു പുകയോ ഇതോ കാണുമ്പോൾ ഫയർഫോഴ്സ് വരുന്നൊരവസ്ഥയില്ലേ, സെയിം അങ്ങനത്തെ ഒരു എനിക്കിങ്ങനെ കൂടുതൽ പറയാനൊന്നും അറിയില്ല, എൻ്റെ തലയ്ക്കകത്ത് അത്രയ്ക്ക് ബുദ്ധിയേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു സംഭവമാണ് ഇത്. മെയിൻ പ്രശ്നം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു വിസിബിൾ സ്കാരോ അല്ലെങ്കിൽ ഒരു ബ്രോയിസോ ഒന്നും ഉണ്ടാവില്ല. ഒരു ഇഞ്ചുറി പോലും ഇല്ലാണ്ടാണ് ഈ ഒരു പെയിൻ സിഗ്നൽ നമുക്ക് സെൻസിറ്റീവ് ആവുന്നത്. അതായത് ഒരു ചെറിയ കാര്യത്തിന് ഒത്തിരി അധികം പെയിൻ ആയിരിക്കും എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അങ്ങനെയൊക്കെ പറയാനുള്ള ബാക്കി നിങ്ങൾ ഊഹിച്ചെടുക്കണം കേട്ടോ. കാരണം അപ്പോൾ അതിൽ മെയിൻ പ്രശ്നം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമുക്ക് ഈ പറഞ്ഞ പോലെ ഒരിക്കലും നമുക്കിതൊരു ബ്ലഡ് ടെസ്റ്റിലോ അല്ലെങ്കിൽ ഒരു സ്കാനിങ്ങിലോ ഒന്നും കണ്ടുപിടിക്കാൻ പറ്റില്ല. ഇപ്പോൾ എനിക്ക് പെയിനാണ്, എനിക്ക് ഭയങ്കര സിവിയർ പെയിനായിരുന്നു, ഭയങ്കര ടയർഡായിരിക്കും, എണീക്കാൻ പറ്റില്ല. എനിക്ക് തോന്നുന്നു ഒരു 3 months ഞാൻ എണീറ്റിട്ടില്ല. ആ ഒരു സമയമൊക്കെ ജനുവരി ഫെബ്രുവരി ആ ഒരു സമയമൊക്കെ നമ്മൾ തീർത്തും അത്രയും ഇതായിപ്പോയി. അപ്പം നമ്മൾ പക്ഷേ ഹോസ്പിറ്റലിൽ പോവും, ചെക്ക് ചെയ്യും, സ്കാൻ ചെയ്യും, എല്ലാം അതിലൊന്നും വലിയ കുഴപ്പമില്ല. എന്താ റീസൺ കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പോൾ അത് ഇവിടെ എനിക്ക് ശരിക്കും ലെഫ്റ്റ് സൈഡാണ് വന്നത്. ഓൾറെഡി എൻ്റെ ലെഫ്റ്റ് സൈഡ് ഇങ്ങനെ വേറെ ആരോ കൊണ്ടുപോയൊക്കെയാണ്, ക്യാൻസർ ഏട്ടൻ എടുത്തതാണ്. അപ്പോൾ അത് ഓൾറെഡി സെൻസിറ്റീവാണ്, എവിടെ തൊട്ടാലും എനിക്ക് അത്യാവശ്യം നല്ല പെയിൻ ഉണ്ടാവും. അപ്പോൾ ഇത് ഈ ഭാഗത്ത് എവിടെയെങ്കിലുമൊക്കെ ഒന്ന് തൊട്ടിട്ടുണ്ടെങ്കിൽ പോലും എൻ്റയർ ലെഫ്റ്റ് സൈഡ് തളർന്നു പോണ വേദനയായിരുന്നു. എന്നുവെച്ചാൽ വേദന വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ, അതായത് വേദന എന്ന് വെച്ചാൽ നമുക്ക് പെയിൻ വരുമ്പോൾ നമ്മൾ പെയിൻ റിലീഫ് ബാം അപ്ലൈ ചെയ്യുമ്പോൾ ചെയ്യാൻ പറ്റില്ല. കാരണം ഇങ്ങനെ അപ്ലൈ ചെയ്യുമ്പോൾ പോലും നമ്മുടെ ശരീരം തളർന്ന് നമ്മൾ എന്താ പറയുക അപ്പം മരിച്ചു പോകും എന്നുള്ളൊരവസ്ഥ. പെയിൻ അതിൻ്റെ ഒരു എക്സ്ട്രീമിലായിരുന്നു. അപ്പോൾ അതായിരുന്നു അവസ്ഥ. അപ്പോൾ ഈ ഫൈബ്രോമയാൾജിയ എന്ന് പറഞ്ഞൊരു കണ്ടീഷനായിരുന്നു. ആശാനിപ്പോൾ പുതിയതായതുകൊണ്ട് എനിക്ക് വലിയ അറിവൊന്നും ഉണ്ടായിരുന്നില്ല ഇങ്ങനെ. അതിൽ ഡോക്ടേഴ്സ് ഇപ്പോൾ എങ്ങനെയാണ് അത് തിരിച്ചറിയണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പല സിംറ്റംസ് വെച്ചിട്ടാണ് അവർ പറയുന്നുണ്ടാവുക. കാരണം നമുക്കിതൊരു ബ്ലഡ് റിസൾട്ടിലോ അല്ലെങ്കിൽ നമുക്കതൊരു സ്കാനിങ്ങിലോ ഒന്നും കണ്ടുപിടിക്കാൻ പറ്റില്ല. പക്ഷേ കുറച്ച് അധികം സിംറ്റംസ് ഉണ്ടാവും അതിന്. അതിൽ ഒന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതന്നെ അസാമാന്യ വേദന, അതായത് നമുക്ക് നമ്മുടെ മനുഷ്യ ജീവന് സഹിക്കാൻ പറ്റുന്നതിൻ്റെ എക്സ്ട്രീമിൽ പെയിൻ ഉണ്ടാവും.